ഹായ് നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടത്. ഇപ്പോൾ ഭയങ്കര സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഷിംജിതെ പിടിച്ചു എന്നുള്ളതാണ്. അപ്പം ഫോൺ ഓഫ് ചെയ്ത് എല്ലാം രഹസ്യമായിട്ടൊരു ബന്ധുവീട്ടിൽ താമസിക്കുമായിരുന്നു. വടകരയുള്ള ബന്ധുവീട്ടിൽ താമസിക്കുന്ന ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇത് നാളെ ഇനി അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും പുള്ളിക്കാരി അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് ന്യൂസ് അതിനെ കാണിക്കുന്നത്. എന്നാലും ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ആ അമ്മയുടെ കണ്ണുനീരിനൊക്കെ ഒരു ദൈവം തമ്മിനെ കനിഞ്ഞ് തന്നെ ഒരു വിധി വന്നു എന്നുള്ളതാണ്. ഇനി ബാക്കി നമുക്ക് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാവുന്നതാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ലുക്കൗട്ട് നോട്ടീസ് വരെ ഇറക്കിയെന്ന് ഇവരെ പിടികിട്ടാൻ വേണ്ടി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രഹസ്യമായിട്ട് താമസിക്കായിരുന്നു. പല ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഷിംജിത് ദുബായിലെത്തി, അവിടുന്ന് കണ്ടു, സംസാരിച്ചു, ഓരോരുത്തരെ വിളിച്ചു. ഇങ്ങനെ അന്നേരം ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്നൊക്കെ അങ്ങനെ ഒരു കയറിപ്പോകാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ പിടിപാടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഓരോരുത്തരെ. അങ്ങനെ ഒരു ഇതിലായിരുന്നു സംശയത്തിലിരുന്നത്. പക്ഷേ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കയറി പോകാനോ ഒന്നും അങ്ങനെ പറ്റത്തില്ല. കാര്യം എത്രയാണെങ്കിലും ഇങ്ങനൊരു കേസുള്ള ആൾക്ക് അവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്കെങ്കിലാണെങ്കിലും പോലീസുകാരെല്ലാം കാണാതിരിക്കത്തില്ലല്ലോ. എന്നാണേലും പിടിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം ശരിക്കും എയറിലാകാൻ വേണ്ടി ഒന്ന് ചെയ്തതാണ് പുള്ളിക്കാരി. വൈറലാകാൻ വേണ്ടി ചെയ്തു. ഇപ്പോൾ എയറിലാകാൻ വേണ്ടി ചെയ്യുന്നല്ല, വൈറലാകാൻ വേണ്ടി ചെയ്തു. പക്ഷെ ഇപ്പോൾ എയറിലായി. നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. എന്നാൽ ഈ സന്തോഷകരമായ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. വന്നിരുന്നു. അതിന് പിറകെ ആ യുവതി അവരുടെ അക്കൗണ്ടുകളൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നീട് അവർ ഒളിവിൽ പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇവരെ കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പുരോഗമിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇവർ പിടിയിലായതായുള്ള വിവരങ്ങൾ കൂടി വടകരയിൽ നിന്ന് വരുന്നത്. ബന്ധു വീട്ടിൽ നിന്ന് ഷിംജിതയെ പോലീസ് പിടികൂടി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്നത്. വൈകാതെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അപ്പം തന്നെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഒന്നുകിൽ അറസ്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങാം എന്നുള്ള സാഹചര്യം. അതിൽ ഈ രണ്ടാണെങ്കിലും റിമാൻഡിൽ പോകാം, മറ്റേ തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ഒളിവിൽ പോവുകയും പിന്നാലെ മുൻകൂർ ജാമ്യമായിക്കൊണ്ട് ജില്ലാ കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ജില്ലാ കോടതിയിൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് കോടതി പരിഗണിക്കുക. അതിനിടയിൽ അവരെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടി 10 വർഷമാണ് തടവ് കിട്ടാൻ പോകുന്നത് ഈ ഒരു കാര്യം ചെയ്തതിന്. ഒരു പിടിച്ച ഒരു മനുഷ്യനെ ഈ ഒരു അവസ്ഥയിലാക്കി ആ കുടുംബം മുഴുവനും നശിപ്പിച്ച് നാരണക്കലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമായി കാണുമായിരിക്കും. ഇനി ഇതിൻ്റെ ബാക്കി ഭവിഷ്യത്തുകളും കൂടെ അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇനി ഇങ്ങനെയുള്ള നിരപരാധികളെ ആരും കുരിശി കയറ്റാൻ പോകത്തില്ല. രാഹുൽ ഈശ്വരൊക്കെ ആ ഒരു ദിവസം പുരുഷ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ദിവസമായിട്ട് എടുക്കുന്നതാണ്. അവർക്ക് പുതിയ കമ്മീഷൻ വേണമെന്നും ഒക്കെ പറഞ്ഞ് രാഹുൽ ഈശ്വർ അവരുടെ വീട്ടിൽ പോവുകയും ധനസഹായം ചെയ്യുകയൊക്കെ ചെയ്ത് എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും അവർക്കൊരു സഹായമാണില്ലെന്നല്ല, പക്ഷേ നഷ്ടപ്പെട്ടു പോയതിന് പകരമാകുകയില്ല. എന്നാലും അവരൊക്കെ മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നതാണേലും ഒരു ആണിനെ ഇത്രയും അപമാനിച്ച് ഒരു പെണ്ണിന് വരുന്ന അതേ അപമാനം തന്നെയാണ് ഒരു ആണിന് വരുന്നതും. ഒരു സ്ത്രീയെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അഭിഹിതം പറഞ്ഞ് അപമാനിക്കുന്ന പോലെ തന്നെയാണ് ഒരു പുരുഷനും അതേ നാണക്കേടും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. അല്ലെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും മനസ്സൊരുപോലെയും എല്ലാ മനുഷ്യരുടെ അഭിമാനം അന്തസ്സും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഒരു നിമിഷത്തേക്ക് വൈറലാകാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ്. ഇനി എയറിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണത്തില്ല. 10 വർഷം ഇനി മോൾക്ക് അകത്ത് കിടന്നങ്ങ് തുഴയാം. പിന്നെ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അവർ ഈ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി ഇവരാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർ കാണിച്ചു കൂട്ടിയ ആ ഒരു അഹങ്കാരത്തിനാണ് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ ചെയ്തു, ആളിത്രയും വൈറലായി ഭയങ്കര ഫെയിമായി എന്ന് കണ്ടപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് വൈറലാകാനും ഒന്ന് ആളുകൾക്ക് മുന്നിൽ ഒന്ന് ആളാകാനും കൂടെ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത്രയും പുള്ളിക്കാരും പ്രതീക്ഷിച്ച് കാണത്തില്ല, ഇത്രയും കൈവിട്ട് പോകുമെന്ന് വിചാരിച്ച് കാണുകയില്ല. ഇതാണ് ഓരോ കാര്യങ്ങളും നമുക്കുണ്ടല്ലോ, നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വൈറലാകാൻ വേണ്ടി എന്നെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരാളെ ദ്രോഹിച്ചുകൊണ്ടല്ലേ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചടി വന്നത് എത്ര ശക്തമായിട്ടാണ് നോക്ക്. ഇത് പലർക്കും ഉള്ളൊരു പാഠമാണ്. ഒരു തെറ്റും ചെയ്യാൻ നടക്കുന്നവരെ ശിക്ഷിക്കുമ്പോഴത്തേക്ക് ഒരു നിമിഷം ചിന്തിക്കുക. സ്വയം വൈറലാകാൻ വേണ്ടി നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ കാണിക്കുക, മറ്റൊരാൾക്ക് എത്രമാത്രം അത് പ്രശ്നങ്ങളാകും എന്ന് ചിന്തിക്കാനായിട്ടൊരു അവസരം കൊണ്ടാണ് ആൾക്കാർക്ക് കൊടുത്തേക്കുന്നത്. എന്നാണേലും ആ അമ്മയുടെ കണ്ണുനീരിന് ഒരു ഇച്ചിരിയെങ്കിലും ഒരു ദൈവം കണ്ടു എന്നുള്ളതിൻ്റെയാണ് അവളെ അറസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ഒളിവിൽ തന്നെ ഇരുന്നായിരുന്നേനെ. നമ്മുടെ കേരള പോലീസിന് എന്നാണെങ്കിലും നമ്മൾ പറഞ്ഞു അവർ ഒഴിവാക്കി വിട്ടു. പക്ഷേ അവർ അവരുടെ സകല ശ്രമങ്ങളിലൂടെ കണ്ടുപിടിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി. ബാക്കി അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നി. എന്നാലും പിടിക്കപ്പെടും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും കൂടെ കൊണ്ടായിരിക്കാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.